ഈ യോഗിയുടെ ബുൾഡോസർ രാജ് തീർന്നു. കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് നേരത്തെ. ഇപ്പം പറയുന്നത് വീണ്ടും ബുൾഡോസറൊക്കെ അവിടെ ഉരുളുന്നു. അത് പക്ഷേ അതുകൊണ്ട് ഇനി ബുൾഡോസർ ഉപയോഗിച്ച് ഒരു കെട്ടിടവും പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആളുകളെ, ഇവിടുത്തെ ചില ആളുകളെ ആശ്വസിപ്പിച്ച മാധ്യമങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. യു പിയിലും ഗുജറാത്തിലും ഒക്കെ ബുൾഡോസർ അങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ബുൾഡോസർ ഉപയോഗിച്ച് പള്ളികൾ തന്നെയാണ്, പള്ളികളല്ല മസ്ജിദുകൾ കാര്യമായിട്ട് പൊളിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് പൊളിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ എന്തോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല. കാരണം എല്ലാം ഇനിയിപ്പം യോഗിയുടെ കൈ കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാധ്യമം ജനാധിപത്യം സംരക്ഷിക്കപ്പെട്ടു എന്നൊക്കെ വലിയ തലക്കെട്ട് കൊടുത്ത് ആഘോഷിച്ച മാധ്യമങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു. ആശാൻ ഇപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും രസകരമായൊരു സംഭവം പറയാം. സമ്പലില്ലേ, സമ്പൽ മസ്ജിദ്. നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട് പള്ളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കരുത്. അത് പള്ളിയല്ല, പള്ളി ഞങ്ങളുടെയാണ്. അതുകൊണ്ട് നിങ്ങൾ മോസ്ക് എന്നോ മസ്ജിദ് എന്നോ എന്ന് പറയണം. നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ പ്രേക്ഷകർ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി മോസ്ക് എന്ന് തന്നെ പറയുള്ളൂ. ഈ പള്ളി എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഉച്ചഭാഷണികളുടെ ഒരവസ്ഥ അറിയാമല്ലോ. ഈ സമ്പൽ പള്ളിയിലും ഉണ്ട് ഉച്ചഭാഷണി, സമ്പൽ മോസ്കിലും. സമ്പൽ മസ്ജിദ് അവിടെ ഹരികർ മന്ദിരായിരുന്നു എന്ന് പറഞ്ഞ് വിവാദം. അവിടെ സർവേ നടത്തും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്നതാണ്. അത് ഒരു കൂട്ടം ആളുകൾ പിടിച്ചെടുത്ത് അവരുടെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ മുന്നിൽ വലിയൊരു കുളമുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് മസ്ജിദിൻ്റെ ആണെന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷേ ഇന്നലെ കോടതിയിൽ പോയിട്ട് യു പി സർക്കാർ പറഞ്ഞ് അത് മസ്ജിദിൻ്റെ ഒന്നുമില്ല, സർക്കാരിൻ്റെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് സർക്കാരിൻ്റെ ആണെന്നും പറഞ്ഞ് സുപ്രീം കോടതി അത് വിട്ടുകൊടുത്താൽ അവിടെ അവർ പൂജ നടത്തിക്കളയും. അപ്പോൾ അവിടെ ഹിന്ദുക്കൾ പൂജ നടത്തുന്നതാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സമ്പലിലെ ഈ വിവാദമായ പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിയിൽ കോളാമ്പി വെച്ചിട്ട് ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു 5 നേരം. ആസാൻ വിളിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി, വിവിധ ഹൈക്കോടതികളുടെ വിധിയുണ്ട് ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. രാജ്യത്ത് എല്ലായിടത്തും ബാധകമാണ്. നമ്മുടെ കേരളത്തിൽ നോക്കിയാലും ഈ കോളാമ്പി പോലത്തുള്ള മൈക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത് അമ്പലത്തിലാവട്ടെ, പള്ളിയിലാവട്ടെ, മസ്ജിദിലാവട്ടെ കോളാമ്പി രൂപത്തിലുള്ള മൈക്ക് വെക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ അത് തൊടാനായിട്ട് ആർക്കും ധൈര്യമില്ല. പക്ഷേ യോഗി തൊട്ടു. അതായത് കഴിഞ്ഞ ദിവസം ഈ മൈക്ക്, കോളാമ്പി മൈക്ക് അങ്ങ് അഴിച്ചു മാറ്റി. എവിടെയാണെന്നറിയോ? സമ്പൽ പള്ളിയിലെ കോളാമ്പി മൈക്ക് അഴിച്ചു മാറ്റി. പക്ഷേ അതൊരു വലിയ പ്രശ്നമാവില്ല. ആ പ്രശ്നമായി. കാരണം മൊല്ലാക്കയ്ക്ക് തൊണ്ടയ്ക്ക് കൂടുതൽ ആയാസം കൊടുക്കേണ്ടത്. മൊല്ലാക്ക എന്തെന്നറിയോ? പള്ളിയുടെ മുകളിൽ കയറി നിന്നിട്ട് വാങ്ക് വിളിച്ചു. വീഡിയോ ഉണ്ട്, വീഡിയോ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ കോളാമ്പി പണ്ട് കാലത്ത് അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? പണ്ട് ഉച്ചഭാഷണി വന്നിട്ട് എത്ര കാലമായി? അതിനു മുമ്പ് ആളുകൾ ഈ നമസ്കരിക്കാൻ വരേണ്ട, നമാസിന് വരേണ്ട സമയം അറിയിക്കാൻ വാങ്ക് വിളിച്ചിരുന്നത് മൈക്കില്ലാതെയാണ്. അത് സമ്പലിൽ ആരംഭിച്ചു. അങ്ങനെ അവിടെ ഈ പറഞ്ഞ മൗലാന കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് വാങ്ക് വിളിക്കുകയാണ് സമ്പലിൽ. ആമ്പിള്ളേർ നാട് ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസുണ്ടായോ, മഹാരാഷ്ട്രയിലാണ്. ഒരു പ്രദേശത്തെ ആളുകൾ, ഹൗസിംഗ് കോളനിക്കാർ കേസ് കൊടുത്ത്. അവർ താമസിക്കുന്ന പ്രദേശത്ത് 10 മസ്ജിദുകളാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് തുടർച്ചയായി വാങ്ക് വിളി കേട്ട് ഞങ്ങൾക്ക് പൊറുതി മുട്ടി എന്നും പറഞ്ഞ് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞ് വാങ്ക് വിളിക്കുക, മതസ്വാതന്ത്ര്യത്തിലൊന്നും മൈക്ക് വെച്ച് വാങ്ക് വിളിക്കണമെന്നും പറയുന്നില്ല. ഏത് മതത്തിൻ്റെ ആണേലും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിൽ ഉച്ചഭാഷണികളുള്ള ബഹളം കേൾപ്പിച്ചാൽ അത് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് മഹാരാഷ്ട്ര അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മാത്രമല്ല, ഈ നമ്മൾ വലിയ ശബ്ദത്തിൽ പ്രവർത്തിക്കുന്ന മൈക്ക് ചിലപ്പോൾ കാണാറില്ലേ, അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശീലമല്ല. എന്താണെന്നറിയാവോ? നിങ്ങളുടെ ചെവിയുടെ ഡയഫ്രം ആദ്യമേ ശബ്ദത്തിൻ്റെ ഉയർന്ന ഡെസിബിലുള്ള ശബ്ദ സ്രോതസ് വരുമ്പോൾ, ശബ്ദ തരംഗങ്ങൾ വരുമ്പോഴത്തേക്ക് അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല. അതുമായിട്ട് പൊരുത്തപ്പെടുകയല്ല, ഇറ്റ്സ് ഡാമേജ് ആയി, ഡയഫ്രം ഡാമേജ് ആയി. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആ ശബ്ദം ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ അത് നമുക്ക് പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്യൂർ ആവും, അത് ശരിയായി വരും. പക്ഷേ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറത്ത് തകർന്നാൽ പിന്നെ ശരിയാവത്തില്ല. ഈ സൂപ്പർസോണിക് വിമാനങ്ങളില്ലേ, കോൺകോർഡ് പോലെയുള്ള വിമാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറക്കുമ്പോൾ ആ പ്രദേശത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ പ്രകമ്പനങ്ങളിലും കണ്ണാടി ചില്ലുകളൊക്കെ പൊട്ടിപ്പോകും. കോൺകോർഡ് വിമാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കോൺകോർഡ് വിമാനങ്ങളെല്ലാം ഗ്രൗണ്ട് ചെയ്തു. ആ പരിപാടി നമ്മൾ നിർത്തിയല്ലോ. മനുഷ്യൻ ഇപ്പം ലോകത്തൊരിടത്തും കോൺകോർഡ്
ഉപയോഗിക്കുന്നില്ല. സൂപ്പർസോണിക്കായിരുന്നു. ഇപ്പോൾ സൂപ്പർസോണിക്കല്ല, ഇപ്പോൾ സൂപ്പർസോണിക് ശബ്ദത്തിൻ്റെ വേഗതയിൽ പോകുന്നത്. ഇപ്പോൾ ശബ്ദാതീത വേഗത്തിൽ, ശബ്ദത്തെക്കാളും വേഗത്തിൽ പോകുന്ന വിമാനങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഈ കോൺകോർഡ് വിമാനങ്ങളുടെ വലിയ തീവ്രമായ ശബ്ദം വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായിട്ടും ഉയർത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഏതായാലും അപ്പോൾ പള്ളിയിലെ സമ്പൽ പള്ളിയിൽ തന്നെ തുടങ്ങി ഏത് ബാങ്ക് വിളി, കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി എന്നുള്ള ബാങ്ക് വിളി. ഇനി മൈക്കിൽ കൂടെ അത് കേൾക്കണ്ട. മൈക്കിൽ കൂടെ കേൾക്കണം. ഇനി മറ്റൊരു സംഭവം ഉണ്ടായി. മീററ്റിലേക്ക് പോയാൽ മീററ്റിൽ 168 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന റാപ്പിഡ് റെയിൽ ആൻഡ് മെട്രോ പദ്ധതിയുണ്ട്. ഈ മെട്രോ പദ്ധതി പോകുന്നതിൻ്റെ നടുക്കാണ്, അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ നടുക്കാണ് മസ്ജിദ് ഇരുന്നത്. മസ്ജിദ് ഇരുന്ന് പലതവണ ഇവരോട് പറഞ്ഞു, ഈ മസ്ജിദ് അവിടെ ഇരിക്കുന്നത് ഈ പദ്ധതിക്ക് തടസ്സമാണ്, നിങ്ങളിത് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 168 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന മസ്ജിദാണ്, ഇതൊന്നും മാറ്റിത്തരത്തില്ല, വേണമെങ്കിൽ യോഗി നിങ്ങളൊരു കാര്യം ചെയ്യും, അലൈൻമെൻറ്റ് മാറ്റി വരയ്ക്കാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? യോഗി ആദിത്യനാഥാണ്. ഓക്കെ, യോഗി പറഞ്ഞു ശരി, അലൈൻമെൻറ്റ് മാറ്റി വരയ്ക്കാം. പിറ്റേ ദിവസം അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ പള്ളി കമ്മിറ്റിക്കാർ, മസ്ജിദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്തു ചേട്ടാ, ആ മസ്ജിദിൻ്റെ 168 വർഷം മുതൽ അതിൻ്റെ ആധാരം ഒന്ന് കൊണ്ടുവന്നേ. അത് ഈയിടെ നിങ്ങളത് പുതുക്കി പണിയുകയും കുറേ പുതിയ കെട്ടിടങ്ങളൊക്കെ അതിനോട് അറ്റാച്ച് നടത്തി, അത് ഡെവലപ്മെൻറ്റ് നടത്തി, അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒന്ന് കൊണ്ടുവന്നേ. അപ്പോൾ സ്കെച്ചില്ല, പ്ലാനില്ല, അടിയാധാരവും ഇല്ല. ആകെയുള്ളത് 168 വർഷമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. പാരമ്പര്യം മാത്രം. ആ തഴമ്പ് തിരുമ്മിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാരണം ഇരിക്കുന്ന സ്ഥലം സർക്കാരിൻ്റെയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ടൂറിസം കേന്ദ്രത്തെക്കുറിച്ചുള്ളൊരു വാർത്ത കണ്ടു. ഏതൊരു പത്രത്തിലാണ്. ഒരു പുതിയ എറണാകുളം ജില്ലയിൽ നിന്ന് ഈ പിറവത്ത് നിന്ന് 10 കിലോമീറ്റർ പോയാൽ ഒരു ടൂറിസം കേന്ദ്രമുണ്ട്. ഒരു 40 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് സൺഡേയിൽ നമുക്ക് ഒരു കൊച്ചി സിറ്റിയിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മനോഹരമായ കാഴ്ചകളൊക്കെ കിട്ടുന്ന ഒരു കുന്നുംപുറം എന്നും പറഞ്ഞ് ഒരു ഫീച്ചർ നോക്കുമ്പോൾ ആ മലയുടെ മണ്ട മുതൽ താഴെ വരെ കുരിശ് വെച്ചിരിക്കുകയാണ്. കുരിശ് കൃഷി അവിടെ നടത്തിയിട്ടുണ്ട്. ഏത് മല കണ്ടാലും കൊണ്ട് ഈ സാധനം വെക്കുക എന്നുള്ളത് ചില ആളുകളുടെ ശീലമാണല്ലോ. കാരണം നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തെയും യേശുദേവനെയൊക്കെ വലിയ സ്നേഹവും ആദരവും ബഹുമാനമുള്ളവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞിട്ടില്ല കാണുന്ന മലയുടെയൊക്കെ മണ്ടയ്ക്ക് കുരിശ് കൊണ്ട് നട്ടാൻ എന്ന് പറയുന്നത്. അതൊന്നും കേരളത്തിൽ തുടരത്തില്ല. കേരളത്തിൽ പണ്ടൊരു കുരിശ് കളക്ടർ വന്ന് പൊളിച്ചപ്പോൾ എന്താ പിണറായി പറഞ്ഞത്? വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, പൊതുനിരത്തിലിരിക്കുന്ന ആണെങ്കിലും. പക്ഷേ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൻ്റെ അടുത്ത് ഒരു ഫോക്ലോർ റോഡുണ്ട്. ഫോക്ലോർ റോഡിൽ മുമ്പൊരിക്കൽ ഇതുപോലെ റോഡിൻ്റെ വൈഡനിങ് നടന്നപ്പോൾ റോഡിൻ്റെ നടുക്കൊരു പള്ളി ഇരിപ്പുണ്ടായിരുന്നു. ആ പള്ളി എന്തെന്നറിയോ? പള്ളി കമ്മിറ്റി നേരിട്ട് സ്വയം പൊളിച്ച് മാറ്റി കൊടുത്തു, അരിയിലേക്ക് മാറ്റി വെച്ചു. നാട് വികസിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഈ തിരുവാങ്കുളത്തിനടുത്ത് പോകുന്ന വഴിക്ക് കാഞ്ഞിരമറ്റത്തോ മറ്റോ കയറുമ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ റോഡിൻ്റെ നടുക്കൊരു കപ്പലിരിപ്പുണ്ട്. ആകെ ഇവിടെ റോഡ് വട്ടത്തേ ഉള്ളൂ. ഈ സാധനം നടുക്കിരിക്കുന്നതുകൊണ്ട് റോഡ് വൈഡൻ ചെയ്യാൻ പറ്റില്ല. എറണാകുളം ജില്ലയിൽ ഈ കാഞ്ഞിരമറ്റം ഭാഗത്തേക്ക് പോകുന്നവർക്കറിയാം. അവിടുന്ന് തിരുവാങ്കുളം കവലയിലേക്ക് കയറാൻ തൃപ്പൂണിത്തുറ പുതിയകാവിൽ നിന്ന് മറ്റു പോകുന്ന ആ വഴിക്ക് നടുക്ക് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മതത്തിൻ്റെ ആണെങ്കിലും റോഡിന് വീതി കൂട്ടാൻ സമ്മതിക്കാതെ ഇത്തരം ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പൊളിച്ച് കളയണം. അതെ. അപ്പം യോഗി ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ റോഡിൻ്റെ നടുക്ക് കൊണ്ട് വെച്ചിരിക്കുക. അത് സ്ഥലം കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും പറയാം, ഇത് കേൾക്കുന്നവർ പറയാം അത് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണെന്ന് പറയുമായിരിക്കും. പക്ഷേ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും റോഡ് വന്നാൽ ഈ സംഭവം അവിടെ ഇരിക്കുന്നതുകൊണ്ട് റോഡിന് വീതിയില്ലെങ്കിൽ അതെടുത്ത് മാറ്റി അപ്പുറത്തോട്ട് വെക്കണം. അതാണ് മര്യാദ. അങ്ങനെ പലയിടത്തും ക്രൈസ്തവ സഭ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിന് പ്ലാൻ കൊണ്ടുപോകാൻ സ്കെച്ച് കൊണ്ടുവന്നപ്പോൾ പ്ലാനില്ല, സ്കെച്ചില്ല. ആകെ 168 വർഷം ഉള്ളതുള്ളൂ, പാരമ്പര്യം മാത്രമേ. അപ്പോൾ സബ് ഡിവിഷണൽ കളക്ടർ മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ പൊളിക്കോ ഞങ്ങൾ പൊളിക്കണം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ? 2 ചെറിയ ചുറ്റികയും ഉളിയും കൊണ്ടുവന്ന് കൊത്താൻ തുടങ്ങി. ഭീമാകാരൻ പള്ളിയാണ്. ഉളിയും കൊട്ടോടിയും കൊണ്ട് അവർ പൊളിക്കാൻ തുടങ്ങി. അതത്ര സതുദ്ദേശപരമല്ല. കാരണം എന്തറിയോ? എത്ര നാളുകൊണ്ട് പൊളിക്കാം? അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സർക്കാർ പൊളിക്കരുത്, ഞങ്ങൾ പൊളിച്ചോളാം, ഈ പൊളിക്കുന്നതിൻ്റെ പടമൊക്കെ കാണിച്ച് കോടതിയിൽ പോയി സ്റ്റേ മേടിക്കാം. പക്ഷേ അവർ പകൽ വന്നിട്ട് ഉളിയും കൊട്ടോടിയും കൊണ്ട് അവിടെയൊക്കെ കുട്ടി രാത്രി 1:30 മണിയായപ്പോൾ ഒരു 5 ബുൾഡോസർ വന്ന് ടപ്പേ മസ്ജിദ് അനിക്സ്പ്രേ ആയി. അത് 168 വർഷം പഴക്കമുള്ള ഡൽഹി മീററ്റ് ഹൈവേയിലിരുന്ന ഒരു മസ്ജിദിൻ്റെ കാര്യമാണ്. ഇനി കുറച്ചങ്ങോട്ട് മാറിയാൽ മോട്ടി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വീടുകളുണ്ട്. എത്ര വീടുണ്ടെന്നറിയോ? 381 വീടുകൾ. 381 വീടുകൾ അവിടെ ഇരിക്കുന്നു. അവരോട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ചേട്ടന്മാരൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ വീടൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കല്ലേ, ആ ആധാരം ഒന്നുകൊണ്ട് കാണിച്ചേ.
നോ ആധാരം ഒന്നുമില്ല. അപ്പോൾ പൊതുസ്ഥലം കയ്യേറി വീട് വീട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. വർഷങ്ങളായിട്ട് എവിടെ താമസിക്കുന്നത്? പൊതുസ്ഥലത്ത്, സർക്കാരിൻ്റെ സ്ഥലത്ത്, പുറമ്പോക്ക് ഭൂമിയിൽ. ഒന്നുമില്ല, ഒരു 10-15 ബുൾഡോസറിങ് വന്നു 381 വീടുകൾ ഓർമ്മയായി. ഇനി തീർന്നില്ല. ഗോരഖ്പൂർ യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലമാണ്. അവിടെ ഘോഷ് കമ്പനി കവലയിൽ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദ് കാരോട് ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോകാൻ ആധാരം, കൊണ്ടുപോകാൻ സ്കെച്ചും പ്ലാനും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾ കേസിന് പോകും, ഞങ്ങളെ വർഗീയതയുടെ പേരിൽ വർഗീയ സർക്കാർ ബുൾഡോസർ രാജ് നടത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു കേസിന് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നോട്ടീസ് അടിച്ച് കൈ കൊടുത്തത്. 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതി കൊടുത്തിട്ടുണ്ട്. 15 ദിവസത്തിലാകും, നിങ്ങൾ പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കും. 15 ദിവസം മറ്റന്നാൾ കഴിയും. അപ്പോൾ ഗോരഖ്പൂരിലെ മസ്ജിദിൻ്റെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനം. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതൊന്നും നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇവിടുത്തെ ഒരു ജനവിഭാഗം ജനങ്ങളെ അതിഭീകരമായി പീഡിപ്പിക്കാൻ വേണ്ടി ബുൾഡോസർ കൊണ്ട് നരാധമനായ ഒരു മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞ് എന്താ ഇവിടുത്തെ പത്രങ്ങൾ പാടാത്തത്? കാരണം കൃത്യമായും സർക്കാരിൻ്റെ ഭാഗത്താണ് ന്യായമെന്നും മാധ്യമങ്ങൾക്കറിയാം. കാരണം അനധികൃതമാണ്, നിയമവിരുദ്ധമാണ്, കയ്യേറ്റം പൊളിക്കുന്നത് ഒഴിപ്പിക്കാൻ ഒരു തടസ്സവും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ പറഞ്ഞതുപോലെ പൊതുസ്ഥലം കയ്യേറി ഉണ്ടാക്കിയ ഭൂമി തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ എത്രയോ 168 വർഷമായിട്ട് അവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഒത്താശ ചെയ്തു കൊടുത്തത്? അന്നത്തെ ഭരണാധികാരികൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഭൂമി കയ്യേറി ഉണ്ടാക്കി. പിന്നീട് വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ സർക്കാരുകൾ അതിനൊത്താശ ചെയ്ത് കൊടുത്തു. ഇതുപോലെ കുശിനഗറിലെ പള്ളി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. കുശിനഗറിലെ മദനിപ്പള്ളി ഈ പറഞ്ഞ പോലെ നോട്ടീസ് എവിടെ, പ്ലാൻ എവിടെ, സ്കെച്ച് എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല. അവസാനം പൊളിച്ചു. 23 ഏക്കറാണ് പിടിച്ചെടുത്തത്. പള്ളിയുടെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതലും വഖഫ് പ്രോപ്പർട്ടി ഉള്ളത്. ഏതാണ്ട് 2,80,000 ഏക്കർ. 2,70,000 ഏക്കർ. അതിനകത്ത് എന്താണ് യോഗി പറഞ്ഞത്? വെറും 7,000 ഏക്കർ മാത്രമേ വഖഫിൻ്റെ ഉള്ളൂ, രേഖയുള്ളൂ. ബാക്കി മുഴുവൻ കയ്യേറ്റമാണ്. അപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കും എന്ന് യോഗി പറഞ്ഞു. അപ്പം അറിയില്ലേ, ഉദയപ്രതാപ് കോളേജിൻ്റെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഒരു കോളേജ്, അവരുടെ 500 ഏക്കറുള്ള കോളേജ്, അവിടെ അതിൻ്റെ പുറത്തൊരു കല്ലറയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെയാണ്, ഒരു ഖബറുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അവിടെ പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് പോയി പള്ളി വളഞ്ഞു. വലിയ പ്രശ്നമായി. അവസാനം യോഗി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ കരക്കാരുടെ മുഴുവൻ ചോദിക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ്യും, വഖഫിന് എത്രയുണ്ടെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് അളന്നപ്പോഴാണ് വീണ്ടും 7,000 ഏക്കർ നിങ്ങൾക്ക് അവകാശപ്പെട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമി പിടിച്ചെടുക്കുമല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, സർക്കാരിൻ്റെ ഭൂമി നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പിടിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാവുന്ന വേറെ കാര്യമുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യം, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിച്ച സർക്കാരുകൾ ഒരു വിഭാഗം ആളുകൾക്ക് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കാൻ നിർബാധം കൊടുത്ത ഒരു അനുമതി ഉണ്ടല്ലോ, ആ അനുമതിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ റദ്ദായിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും നിലവിളിയില്ല, ആർക്കും പരാതിയില്ല. കാരണം എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ ഇത്രയും പൊളിക്കൽ 381 വീട് പൊളിച്ചിട്ടും ഇവിടെ ബൃന്ദാക്കാരായിട്ട് വന്നില്ലല്ലോ സമരം ചെയ്യാൻ. കാരണം 381 വീടും അനധികൃതമാണെന്ന് അറിയാം. രാഷ്ട്രീയക്കാർ ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ മുതൽ, പൊതുജനങ്ങളുടെ മുതൽ കയ്യേറി മതത്തിൻ്റെ വേഷത്തിൽ, മതത്തിൻ്റെ പിൻബലത്തിൽ സ്വന്തമാക്കി എടുക്കാമെന്നുള്ള അഹന്തയ്ക്ക് ഉത്തർപ്രദേശിലെങ്കിലും BJP ഭരിക്കുന്ന സർക്കാരുകൾ ഉള്ളിടത്തെങ്കിലും ഒരു അവസ്ഥാനമായി വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.